പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റി അച്ഛൻ ആദ്യമായിട്ട് തിരുമേനിയെ കാണുന്നതും തിരുമേനിയെ പറ്റി കേൾക്കുന്നതും അത് ഏത് സന്ദർഭത്തിലായിരുന്നു അച്ഛാ? പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എന്നുള്ള രീതിയിലല്ല, പോൾ വർഗീസ് അച്ഛൻ എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് തിരുമേനിയെ കുറിച്ച് കേൾക്കുന്നത്. അന്ന് ഈ ഓർത്തഡോക്സ് യൂത്ത് മാസികയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ചില റിപ്പോർട്ടുകൾ, അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പോൾ വർഗീസ് അച്ഛൻ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് 1973-74 കാലഘട്ടങ്ങളിലൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് തിരുവനന്തപുരത്തെ സെന്റ് ജോർജ് കത്തീഡ്രലിലായിരുന്നു ആരാധനയ്ക്ക് പോകുന്നത് ഞായറാഴ്ച. അപ്പോ ഒരു ദിവസം തിരുമേനി അവിടെ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ, ധ്യാനം നടത്താനായിട്ട് വരുന്നുണ്ട് എന്ന് പള്ളിയിൽ അച്ഛൻ അനൗൺസ് ചെയ്തു. അതനുസരിച്ചാണ് ഞാൻ ആദ്യം അവിടെ പോകുന്നത്, പോൾ വർഗീസ് അച്ഛനെ കാണാനായിട്ട്. തന്നെയല്ല, അന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തോട് കാണാനായിട്ടല്ല, ഇങ്ങനെ ഒരു ധ്യാന പ്രസംഗമുണ്ട്, സെമിനാരി പ്രിൻസിപ്പാളാണ് വരുന്നതെന്നൊക്കെ അവിടെ നമ്മുടെ പണിക്കരച്ഛൻ അനൗൺസ് ചെയ്തു. അവിടുത്തെ സിറിൽ റംബാച്ച് അദ്ദേഹം അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും ഒക്കെ വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇങ്ങനെ, ഞാനും അതുപോലെ തന്നെ എൻ്റെ കൂടെ 1-2 സ്റ്റുഡൻസ് മാർ യോഹന്നാനീസ് കോളേജിൽ നിന്ന് ഞങ്ങൾ ഈ പോൾ വർഗീസ് അച്ഛൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് അവിടെ ചെന്നു. അദ്ദേഹം ഒരു തന്നെത്താനെ ഒരു പ്രീമിയർ പത്മിനി കാറ് ഡ്രൈവ് ചെയ്താണ് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരു ഫിയറ്റ് കാറോ പ്രീമിയർ പത്മിനി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു നീല കളറുള്ള ഒരു കാറ്. അത് അദ്ദേഹം പള്ളിയുടെ മുമ്പേ കൊണ്ടുവന്ന് നിർത്തി. അതിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നു. ഇങ്ങനെ അധികം താമസിക്കാതെ തന്നെ അവിടെ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ യോഹന്നാന്റെ സുവിശേഷം അടിസ്ഥാനമാക്കി ഒരു വളരെ ഭംഗിയായ ഒരു ബൈബിൾ ക്ലാസ് ആണ് എടുത്തത്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും എൻ്റെ മനസ്സിലില്ല, പക്ഷെ എന്നാലും മനസ്സിൽ ടച്ച് ചെയ്യത്തക്കവണ്ണം അവിടെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന അന്നത്തെ ഒരു എലൈറ്റ് ഗ്രൂപ്പായിരുന്നു. ആ ആളുകളുടെ അടുക്കിലേക്കാണ് ഇദ്ദേഹം ഈ ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് വന്നത്. എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ തിരുമേനിയെ ആദ്യമായിട്ട് കാണുന്നതും തിരുമേനിയുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതും. അന്ന് ഈ പോൾ വർഗീസ് അച്ഛൻ്റെ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഒരു ഹരമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് വേദശാസ്ത്രാടിസ്ഥാനമാണ്, വേദപുസ്തകാടിസ്ഥാനമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളെല്ലാം അതിനകത്ത് വരും. രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുണ്ട്. ആ വക കാര്യങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ബൈബിൾ ക്ലാസ് നടത്തുന്നത് തന്നെ. അത് നമ്മൾ അറിയാതെ തന്നെ ഒറ്റ മനുഷ്യന്റെയും മനസ്സ് ഡിസ്ട്രാക്റ്റ് ആവത്തില്ല. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കും. അത് വ്യത്യസ്ത ഭാഷകളിൽ വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ ഭാഗങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ് കാണുന്ന ഉടനെ, അത് പഠിപ്പിക്കുന്ന ഉടനെ, അദ്ദേഹം സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരുന്നതും ഈ യോഹന്നാന്റെ സുവിശേഷമായിരുന്നു കൂടുതലും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്, ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നുള്ള. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്ന ആ ക്ലാസ് കേട്ടപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് സെമിനാരി അവിടെ ഇദ്ദേഹം ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആളുകളൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, അദ്ദേഹം ഈ സഭാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഭാ സമാധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ് കോട്ടയം കേന്ദ്രമാക്കി പീസ് ലീഗ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. ആ പ്രസ്ഥാനത്തിൽ അദ്ദേഹം പോയി ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, സെമിനാറുകളൊക്കെ വന്നതിന് ശേഷമാണ് അറിയുന്നത്, അദ്ദേഹം അന്താരാഷ്ട്ര മേഖലകളിലുള്ള ഒത്തിരി കോൺഫറൻസുകളിൽ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. WCCയുടെ മീറ്റിങ്ങുകളിലും ഫെയ്ത്ത് ആൻഡ് ഓർഡറിന്റെ മീറ്റിങ്ങുകളിലും WCCയുടെ കേന്ദ്ര കമ്മിറ്റി മീറ്റിങ്ങുകളിലും ഒക്കെ ഇദ്ദേഹം ക്ലാസ്സുകൾ എടുക്കാമായിരുന്നു. ന്യൂയോർക്കിലും പാരീസിലും ഹോങ്കോങ്ങിലും എവിടെയെല്ലാം അദ്ദേഹത്തിന് യാത്ര ചെയ്തിട്ടുണ്ടോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി ഭംഗിയായി ബൈബിൾ ക്ലാസ് എടുക്കുന്നതായ ഒരു പിതാവായിരുന്നു മാർ ഗ്രിഗോറിയോസ് തിരുമേനി. അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം ഈ എറണാകുളത്ത് വന്ന് ഒരു സമയത്ത് ബൈബിൾ ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് അന്ന് ഫാദർ വടക്കൻ, നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, കേരളത്തിലുണ്ടായിരുന്ന പഴയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു ഫാദർ വടക്കൻ. അദ്ദേഹം 1954-55 കാലത്ത് വാരാന്ത്യത്തിൽ എറണാകുളം ബ്രോഡ്വേയിലുള്ള CSI പള്ളിയിൽ വെച്ച് ക്രിസ്തീയ മതവും കമ്മ്യൂണിസവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ പോൾ വർഗീസ് അച്ഛൻ ക്ലാസ് എടുത്തത്. ആ ക്ലാസ് ക്രിസ്തീയ വേദശാസ്ത്ര ക്ലാസ്സുകളിൽ ഏറ്റവും ഉദാത്തമായ ഒരു ക്ലാസ് ആയിട്ട് അതിനെക്കുറിച്ച് പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളൊക്കെ, ഈ ഫാദർ വടക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറയുന്നത് പള്ളിയിലെ പ്രസംഗം മാത്രമല്ല, മറിച്ച് ഏതെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമോ
ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. ക്രിസ്തീയ മതവും കമ്മ്യൂണിസവും ആ വിഷയത്തെക്കുറിച്ച് ബ്രോഡ്വേയിൽ തുടർച്ചയായി അദ്ദേഹം CSI പള്ളിയിൽ ചെന്ന് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. ആളുകൾക്കൊക്കെ അത് വളരെ ഉത്സാഹത്തോടുകൂടി ആ ക്ലാസ്സുകളിൽ വന്ന് സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും, ആദ്യമായിട്ടൊരു അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് പോയിട്ടുള്ളത്. അച്ഛൻ സെമിനാരിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഇന്റർവ്യൂവിൽ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ്, തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഫാക്കൽറ്റി, ഒരു എക്സ്പീരിയൻസ്, അതും ഒന്ന് അങ്ങോട്ടൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഈ തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചതിന് ശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു വർഷം 76-ലാണ് ഞാൻ ഡിഗ്രി പാസ്സാവുന്നത്. അത് കഴിഞ്ഞ് 77-ലാണ് സെമിനാരിയിൽ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത്, 1977. അന്ന് തിരുമേനിയും ഒസ്താത്യോസ് തിരുമേനിയും ജോഷുവ അച്ഛനും അലക്സാണ്ടർ അച്ഛനും കോരുതം എൽപ്പാനച്ഛനും എബ്രഹാം എൽപ്പാനച്ഛനും ഒക്കെ സെമിനാരിയിലെ വലിയ അധ്യാപകരായിട്ടുണ്ട്. ഞാൻ നേരത്തെ സെമിനാരിലൊന്നും വന്നിട്ടൊന്നുമില്ല. എനിക്ക് സെമിനാരിയെ കുറിച്ച് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഒരു ദിവസം ടെസ്റ്റും പിറ്റേ ദിവസം ഇന്റർവ്യൂവുമായിട്ട് ആണ് നടക്കുന്നത്. അപ്പൊ അത് അറിഞ്ഞു, അതിന്റെ അറിയിപ്പ് കിട്ടി. തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടി ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനിയെ എന്നെ റെക്കമെൻഡ് ചെയ്ത് സെമിനാരിയിലേക്ക് വിടുന്നു. അപ്പൊ സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ചമ്മാച്ചന്മാരോടും ഒക്കെ സെമിനാരിയിലെ ടെസ്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പേ തന്നെ ഞാൻ തടാകം ആശ്രമത്തിൽ കുറച്ചുനാൾ താമസിച്ചായിരുന്നു. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ സഭാചരിത്ര പുസ്തകങ്ങളും വേദപുസ്തകവും ഒക്കെ വായിക്കാനായിട്ട് കൂടുതൽ സമയമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് സെമിനാരിയിൽ ടെസ്റ്റ് എഴുതാൻ വരുന്നത്. ടെസ്റ്റ് ഭംഗിയായിട്ട് എഴുതി. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ വന്നു. അന്നേരം കോരുത ചെമ്പാട്ട് പാടാനും ഒക്കെ പറഞ്ഞു. ആ പാട്ടുകളും ഒക്കെ ഭംഗിയായിട്ട് പാടി. തിരുവൂർസ് തിരുമേനിയായിരുന്നു ആ സെമിനാരി പ്രിൻസിപ്പാളായിട്ട് ആ ഇന്റർവ്യൂ ബോർഡിന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. ഒസ്താത്യോസ് തിരുമേനിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ ഇന്റർവ്യൂവും ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഭംഗിയായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു. അപ്പൊ എന്നാ ആയിക്കോട്ടെന്ന് ജോഷുവ അച്ഛനോട്ടോ പറഞ്ഞു. ആട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുമേനി ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ടെസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു, 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വലിയ സന്തോഷമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ, അച്ഛന്മാരുടെ ഒക്കെ മുഖത്ത് അത് നല്ല സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം സാറിന് നമ്മൾ ഇന്റർവ്യൂ നടക്കുമ്പോൾ അതിന് മുമ്പേ തന്നെ, സ്റ്റുഡന്റ് വരുന്നതിന് മുമ്പേ തന്നെ പറയുമല്ലോ, ഈ കാൻഡിഡേറ്റ് വരുന്നതിന് മുമ്പേ തന്നെ പറയും എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയായിരുന്നു അയാളുടെ തലേ ദിവസത്തെ പെർഫോമൻസ് എന്നൊക്കെ. അപ്പൊ അത് കണ്ടിട്ട് തിരുമേനി വളരെ ഭംഗിയായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ടെസ്റ്റിന് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പാണ് ഇനി അഡ്മിഷൻ കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയമില്ലായിരുന്നു. അഡ്മിഷൻ കിട്ടി. അങ്ങനെ സെമിനാരിൽ പഠിക്കാനായിട്ട് വന്നു. സെമിനാരിൽ പഠിക്കാനായിട്ട് വന്നപ്പോഴും തിരുവൂർസ് തിരുമേനി അവിടെ ഉണ്ട് പ്രിൻസിപ്പാളായിട്ട്. പക്ഷേ അപ്പോഴത്തേക്കിനും അദ്ദേഹം തിരുമേനിയായി. 75-ലാണല്ലോ അവര് മെത്രാച്ചന്മാരാവുന്നത്. അത് കഴിയുമ്പോൾ സെമിനാരിയിൽ വരുന്ന ഉടനെ ഞങ്ങൾക്ക് 1-2 ക്ലാസ്സുകളെ തിരുമേനി എടുത്തിട്ടുള്ളൂ. മുഴുവൻ ക്ലാസ്സുകളൊന്നും എടുത്തിട്ടില്ല ആ സമയത്ത്, ഫസ്റ്റ് ഇയറിൽ. പൊതുവായിട്ടുള്ള പ്രസംഗങ്ങള്, ചാപ്പലിൽ വെച്ചിട്ടുള്ളതായ അദ്ദേഹത്തിന്റെ ഞായറാഴ്ചത്തെ പ്രസംഗങ്ങള്, ശനിയാഴ്ച വൈകിട്ടുള്ളതായ ഡിവോഷണൽ ടോക്ക്, തിരുമേനി ഉണ്ടെങ്കിൽ തിരുമേനി തന്നെയായിരിക്കും ഡിവോഷണൽ ടോക്കൊക്കെ അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെയായി ഇത് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓരോരുത്തരും മാറി മാറി നടത്തുന്ന പതിവൊക്കെ ഉണ്ടായത്. തിരുവൂർസ് തിരുമേനിയുടെ പ്രസൻസ് സെമിനാറിൽ ഉണ്ടായിരുന്ന അവസരങ്ങളിലൊക്കെ അദ്ദേഹം തന്നെയാണ് ഈ ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അന്ന് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു രാഷ്ട്രീയമായിട്ട് നമ്മുടെ നാട്ടിൽ. ഇത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ ആയിരിക്കുന്ന ഒരു സന്ദർഭത്തില് തിരുമേനി സെമിനാരിയിൽ വന്ന് പറഞ്ഞു, ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് നമുക്കൊരു സെമിനാർ നടത്താം. അപ്പൊ തിരുമേനിക്ക് ഏതാണ്ടൊക്കെ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. അപ്പോ ഞാൻ ഇപ്പൊ പിള്ളേരാരെങ്കിലും അതിനകത്ത് പ്രബന്ധം അവതരിപ്പിക്കണമല്ലോ, എന്നോട് പറഞ്ഞു ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഭംഗിയായിട്ട്, കാരണം അതിനു മുമ്പേ മറിവാനിയസ് കോളേജിൽ ഇതുപോലെ ഒരു സിമ്പോസിയത്തിൽ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോൾ അത് വളരെ സന്തോഷമായിട്ട് തോന്നി. തിരുമേനി പറഞ്ഞു, തിരുമേനിയുടെ അധ്യക്ഷത, അന്ന് വേറെ അധികം ഫാക്കൽറ്റി മെമ്പേഴ്സ് ഒന്നും അവിടെ ഇല്ല. ജോഷുവ അച്ഛനൊക്കെ വീട്ടിൽ പോകാൻ, അലക്സാണ്ടർ അച്ഛനൊക്കെ പോയി. അങ്ങനെ വന്നപ്പോ സ്റ്റുഡൻസ് മാത്രമായിട്ട് അസംബ്ലി ഹാളിൽ വെച്ച് ഒരു സിമ്പോസിയം നടന്നു. അതിനകത്ത് ഞാനൊരു പേപ്പർ അവതരിപ്പിച്ചു. അത് വളരെ ഭംഗിയായിരുന്നു. തിരുമേനി അത് അവതരിപ്പിച്ച് കഴിഞ്ഞ് കൈമുത്താൻ ചെന്നപ്പോൾ തിരുമേനി പറഞ്ഞു, വെരി ഗുഡ്, നന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് വലിയൊരു അപ്രീസിയേഷൻ ആയിരുന്നു തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം. തിരുമേനി അത് ശരിക്കും എൻജോയ് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത് 1ാം വർഷ വിദ്യാർത്ഥി ആയിരുന്നപ്പോഴാണ് അത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2-3 വർഷങ്ങളിലൊക്കെ ഞങ്ങളെ ന്യൂ ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കാനായിട്ടും പട്രിസ്റ്റിക്സ് പഠിപ്പിക്കാനായിട്ടും സഭാചരിത്രം പഠിപ്പിക്കാനായിട്ടും ഒക്കെ തിരുമേനി നേതൃത്വം നൽകിയിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. 4-ാം വർഷമാകുമ്പോൾ
എനിക്ക് തീസിസ് എഴുതണം, BD തീസിസ് എഴുതണമല്ലോ. അപ്പൊ ജേക്കബ് കുര്യനച്ഛനാണ് ഒരു തീസിസിന്റെ സബ്ജക്റ്റ് സജസ്റ്റ് ചെയ്തു, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മലങ്കര ചർച്ച്. അതാരും എഴുതിയിട്ടില്ല, അതൊന്ന് എഴുതുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അഡ്വൈസറായിട്ട് വന്നത് ഗ്രിഗോറിയോസ് തിരുമേനിയായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, അപ്പൊ തിരുമേനിയുമായിട്ട് കുറെ നാളുകൾ ഇതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട്, കുറെ നാളെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമൊന്നും ഇല്ല, 3-4 തവണ മാത്രമേ തിരുമേനിയെ കാണാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പൊ തിരുമേനിയോട് അതിന്റെ ഔട്ട്ലൈൻ കൊടുത്തു. തിരുമേനി അപ്പൊ എഴുതുന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിരുമേനി തന്നെ പറഞ്ഞു, അതിനകത്ത് ഒരു ചാപ്റ്റർ, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ചർച്ചിന്റെ അതോറിറ്റി ആണല്ലോ, ആ അതോറിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരിക്കണം ദ അതോറിറ്റി, ഡെവലപ്മെന്റ് ഓഫ് അതോറിറ്റി ഇൻ ദ ഏർലി ചർച്ച്. അപ്പൊ അതിനെക്കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എന്താ അതിന്റെ അതോറിറ്റി, അപ്പൊ തിരുമേനി അവിടുന്ന് മേശപ്പുറത്ത് അലമാരിക്കകത്തുനിന്ന് തിരുമേനിയുടെ ഷെൽഫിൽ നിന്ന് ഒരു ഡയറി എടുത്ത് എന്നെ കാണിച്ചു. ഇത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഇത് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. തിരുമേനി ഈ ഡെവലപ്മെന്റ് ഓഫ് അതോറിറ്റി ഇൻ ദ ഏർലി ചർച്ച് എന്ന് എഴുതിയിട്ടുള്ള ആ ഡയറി എൻ്റെ കയ്യിൽ തന്നു. ഇത് സൂക്ഷിച്ച് എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അത് ഉപയോഗിച്ച് ഞാൻ തീസിസിന്റെ ഒരു ചാപ്റ്റർ മുഴുവൻ എഴുതി. അത് തിരുമേനിയെ കാണിച്ചു. തിരുമേനിക്ക് അത് സന്തോഷമായി. തിരുമേനി അതിനകത്ത് വേണ്ടുന്ന കറക്ഷൻസ് ഒക്കെ വരുത്തി. അങ്ങനെ ആ എൻ്റെ തീസിസ് എഴുതാനായിട്ട് ഗൈഡ് ചെയ്തതും വേണ്ട അഡ്വൈസ് ചെയ്തതും, അതുപോലെ തന്നെ ആ സമയത്ത് ആരെയൊക്കെ കണ്ട് ഇന്റർവ്യൂ നടത്തണം, ദേവലോകത്ത് അരമനയിൽ പോകണം, അവിടെ ഉണ്ടായിരുന്ന മാത്യു സാറ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണണം, ഇതിനെക്കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞ് ആ പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യത്തൊക്കെ പറഞ്ഞിട്ട് തിരുമേനി അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടുന്നതായ സജഷൻസ് അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ തിരുമേനി എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. 4-ാം വർഷം കഴിയുമ്പോൾ ഇത് ഒക്കെ പഠനം, ഓരോ പിള്ളേർ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ 4-ാം വർഷം ചെമ്മാച്ചന്മാരെല്ലാവരും കൂടെ ഒന്നിച്ച് തിരുമേനിയുടെ മുറിയിൽ വന്നു. തിരുമേനി വളരെ ലോഹ്യമായിട്ട് വർത്താനം പറഞ്ഞു, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു ഓരോരുത്തരുടെയും പരിപാടികൾ, പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ പഠിക്കണമെന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി അവിടെ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു എന്താ കൂടുതൽ പഠിക്കേണ്ടി, എന്തോ പഠിക്കണം. അപ്പം ഈ ജോഷാച്ചന്റെ ഒക്കെ പ്രസംഗമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുള്ളതും, ഗ്രിഗോറിയോസ് തിരുമേനി ആണെങ്കിലും ഈ ന്യൂ ടെസ്റ്റ്മെന്റ്, യോഹന്നാന്റെ സുവിശേഷമൊക്കെ പഠിപ്പിക്കുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി പറഞ്ഞു അത് വേണ്ട, ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കണ്ട, ചർച്ച് ഹിസ്റ്ററി പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ തിരുമേനിയെ ചെന്ന് കണ്ടു. അപ്പോൾ സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ ചർച്ച് ഹിസ്റ്ററിക്ക് എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അതിന്റെ പ്രൈസ് എനിക്ക് കിട്ടി. തിരുമേനിയോട് അത് പറഞ്ഞു. തിരുമേനിയിൽ സന്തോഷമായി. എന്നോട് ചോദിച്ചു എന്തോ പഠിത്തം. ഞാൻ പറഞ്ഞു അപ്പൊ എൻ്റെ മനസ്സിലുള്ളത് ഈ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ വേറെ എന്താ UTCയിലോ അതുപോലെ എവിടെയെങ്കിലും ചെന്ന് പഠിക്കണം, ഹയർ സ്റ്റഡീസ്. സാധാരണ എല്ലാവരും ഒക്കെ അങ്ങനെയൊക്കെ ആണല്ലോ പോകുന്നത്. അപ്പൊ അല്ലെ കണ്ണമുല സെമിനാരിയിൽ അന്ന് ചർച്ച് ഹിസ്റ്ററിയോ ന്യൂ ടെസ്റ്റ്മെന്റോ ഒക്കെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ കണ്ണമുലയോ ഇപ്പൊ UTCയിലോ എല്ലാം പോകണമെന്ന്. അപ്പൊ തിരുമേനി പറഞ്ഞു അത് വേണ്ട, പുറത്തു പോയി പഠിക്കണം. ഇവിടെയുള്ളവർക്കൊക്കെ ഒരു ലെവലിൽ കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും സാധിക്കത്തില്ല. യു ഷുഡ് ഗോ ഔട്ട്സൈഡ്. അപ്പൊ ഞാൻ പറഞ്ഞു തിരുമേനി അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് ഒരു 1-2 മാസം കഴിയുമ്പോഴാണ് എന്നെ വിളിക്കുന്നു. ഞാനൊന്ന് പത്തനംതിട്ട അരമനയിൽ ഫിലിക്സ് തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്നയിൽ പോയി സഭാചരിത്രം പഠിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിയന്നയിൽ പോകുന്നതും അങ്ങോട്ട് എവിടോട്ട് പോകുന്നതും മദ്രാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ബാംഗ്ലൂർ കഴിഞ്ഞ് അതിനപ്പുറത്തോട്ട് പോകുന്നത് എല്ലാം ഒരുപോലെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോ തിരുമേനി തോന്നുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നി, നല്ലതാ, അവിടെ പഠിക്കാൻ നല്ലതാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വിയന്ന യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തിരുമേനി ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സെമിനാറിലെ മാനേജരോട് പറഞ്ഞു ഞാൻ വിയന്നായി പഠിക്കാൻ പോകാനാ. തിരുമേനി പറഞ്ഞു. അപ്പൊ മാനേജനോട് അയ്യോ എടോ അവിടെ ഇല്ലേ ഒത്തിരി യുദ്ധമൊക്കെ ഉള്ളത്, അവിടെ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛാ യുദ്ധം ഉള്ളത് വിയറ്റ്നാമിലാ, ഇത് വിയന്ന എന്ന് പറയുന്നത് ജർമ്മനിക്ക് അടുത്തുള്ള ഒരു ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനം. അപ്പം ഈ വിയന്ന കൺസൾട്ടേഷൻ ഒക്കെ നടക്കുന്നതൊക്കെ ഈ മലങ്കര സഭ മാസികയിലും ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാം. വിയന്ന എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞു, അവിടെ പഠിച്ചു. ഞാൻ വിയന്നയിൽ ഉണ്ടായിരുന്ന അവസരത്തിൽ പല സന്ദർഭങ്ങളിലും തിരുമേനി അവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഈ പ്രോർ ഇന്ത്യയുടെ മീറ്റിങ്ങുകളിൽ, അത് കഴിഞ്ഞ് അവിടെ വേറെ പല സെമിനാറുകളിൽ പങ്കെടുക്കാനായിട്ട്, കോൺഫറൻസുകൾക്ക് പ്രാഗിലും ഒക്കെ അദ്ദേഹം പോകുന്ന അവസരത്തിൽ ഈ വിയന്ന വഴി പോയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന ഉടനെ വന്നിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഡൽഹി ഭദ്രാസനത്തിലായി ഈ വിയന്നയും ജർമ്മനിയും ഒക്കെ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഇടവകയാണ് അവിടെയുള്ളത്. അപ്പൊ അവിടെ കുർബാനയൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ഞാൻ ചെമ്മാച്ചനാണ്, കുര്യനച്ഛനും നമ്മുടെ ഇപ്പോഴത്തെ ബാബാ തിരുമേനിയും MA മത്തായി അച്ഛനും
അതുപോലെയുള്ള ആളുകൾ, വൈദികരൊക്കെ അവിടെ വന്ന് കുർബാനയിൽ നിന്ന് കോരവറീസ് അച്ഛനും ഒക്കെ. അപ്പൊ അതെല്ലാം തിരുമേനിയുടെ ഭദ്രാസനത്തിലാണല്ലോ. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് തിരുമേനിയും പലതവണ അവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും എൻ്റെ പഠനത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയും പ്രൊഫസർമാരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പഠനം പൂർത്തിയാക്കി ഡോക്ടറേറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ വരുന്ന ഉടനെ തന്നെ തിരുമേനി സെമിനാരിൽ പഠിപ്പിക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്തു. അത് മാത്രമല്ല, ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കേണ്ട എങ്ങനെയാണെന്ന്, ഏത് വിഷയം എടുക്കണമെന്നും, ന്യൂ ടെസ്റ്റ്മെന്റ് എടുക്കണമെന്നോ അല്ലെ പെട്രിസ്റ്റിക്സ് എടുക്കണം, സഭാചരിത്രം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അവസരത്തിൽ കൂടുതൽ തിരുമേനിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് സെമിനാരി അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബൈബിൾ ക്ലാസ്സുകൾക്ക് ഉണ്ടായിരുന്ന പ്രത്യേകതകൾ തന്നെ നമുക്ക് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന അവസരം, അച്ഛനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ, തിരുമേനിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അന്ന് വരുന്ന ഉടനെ ഈ ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ച്, സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച്, പിതാക്കന്മാരെക്കുറിച്ച്, കന്യക മറിയാമിനെ കുറിച്ച്, പരിശുദ്ധന്മാരെ കുറിച്ച് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറയുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഞങ്ങളൊക്കെ 4-ാം വർഷമൊക്കെ ആവുമ്പോഴാണ് അദ്ദേഹം ഈ പെട്രിസ്റ്റിക്സ് ഒക്കെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന. ഈ തുബുദേനിലുള്ള പിതാക്കന്മാരെ എല്ലാം 1, 2, 3, 4, 5 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് അവർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അവരുടെ വേദശാസ്ത്രം എന്താണ്, ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭംഗിയായിട്ട് പറയുമായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, കന്യക മറിയാമിനെ കുറിച്ച്, പിതാക്കന്മാരെ കുറിച്ച്, അത് കഴിഞ്ഞിട്ട് ഈ കുർബാനയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്, ആരാധനയെ കുറിച്ച് അദ്ദേഹം ഇതെല്ലാം ബന്ധിപ്പിച്ചായിരുന്നു ക്ലാസ്സുകൾ എടുക്കുന്നത്. അവസരത്തിൽ അപ്പൊ ഈ പരിശുദ്ധന്മാരെ കുറിച്ചൊക്കെ പറയുന്ന ഉടനെ അദ്ദേഹം പല അവസരങ്ങളും പറഞ്ഞതായിട്ട്, അത് ചാപ്പൽ വെച്ചാണെങ്കിലും പറയും. ഇപ്പൊ നമ്മൾ ചൊല്ലുമല്ലോ, നയവാൻ ബലം പോലെ തളർത്തിടുമേ. അത് തിരുമേനി ഉടനെ പറഞ്ഞു, നയവാനല്ല, നീതിജ്ഞൻ, നീതിമാനാണ്. നീതിമാൻ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ നീതിജ്ഞൻ എന്ന് പറയുന്നത് ശരിയല്ല, നീതിമാൻ എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഈ ഇദ്ദേഹവുമായിട്ടുള്ള ആ സഹവാസത്തിലാണ് ഞങ്ങൾക്കൊക്കെ അത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പാപപരിഹാര പ്രാർത്ഥന, ഹൂസോയോ പ്രാർത്ഥിക്കുമല്ലോ, പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും നമ്മൾ ചൊല്ലുന്നത്. തിരുമേനി പറയാം, പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനൊന്നും അല്ല, പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും. അതുപോലെ തന്നെ കുർബാന പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നുണ്ടെ, ഞങ്ങൾ അനുഭവിച്ച നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കുന്ന തിരുരക്തം എന്നൊക്കെ നമ്മളൊക്കെ പണ്ടൊക്കെ പണിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നത്. അതിന് പറയും പുണ്യമുണ്ടാക്കുന്ന തിരുരക്തം എന്നല്ല പറയുന്ന, പാപപരിഹാരപ്രദമായ തിരുരക്തവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, അത് വേദപുസ്തകത്തിൽ മാത്രമല്ല, വേദശാസ്ത്രത്തിൽ മാത്രമല്ല, സഭയുടെ ആരാധനത്തെയും പാരമ്പര്യത്തിലെയും ഒക്കെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും അതിന് നേതൃത്വം നൽകുവാനും തെറ്റുകൾ കണ്ടാൽ അത് കറക്റ്റ് ചെയ്യുവാനായിട്ടും തിരുമേനിക്ക് സാധിക്കുമായിരുന്നു. അത് വളരെ സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ല, വേറെ ആരും അതിനെക്കുറിച്ചൊന്നും വേറെ ഒരു അഭിപ്രായവും പറയില്ല. ഫാക്കൽറ്റി മീറ്റിങ്ങുകളിലൊക്കെ ആണെങ്കിലും തിരുമേനി സെമിനാറിൽ ഉണ്ടായിരുന്ന അവസരങ്ങളിൽ തിരുമേനിയുടെ വാക്കായിരുന്നു അവസാനത്തെ വാക്ക്. അത് എന്ത് സംഭവം, എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും തിരുമേനിക്ക് അത് അറിയാം, വളരെ ഭംഗിയായിട്ട് ആസൂത്രണം ചെയ്യാൻ അറിയാം, ആളുകൾ പറയുന്നത് മനസ്സിലാക്കും. ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കാൻ തിരുമേനിക്ക് അറിയാമായിരുന്നു. ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എല്ലാ രീതിയിലും വേദശാസ്ത്ര പാരമ്പര്യത്തിൽ തന്നെ വളർന്നു വരുവാനായിട്ട് അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തിരുമേനിയുടെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. സെമിനാരിൽ അദ്ദേഹം പ്രിൻസിപ്പാളായിരിക്കുന്ന അവസരത്തിലാണ് ഈ സോഫിയ സെന്റർ പണിയുന്നതും അതുപോലെ തന്നെ അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതും. അദ്ദേഹത്തിന് വർക്ക് കൗൺസിൽ ഓഫ് ചർച്ചസിലോ മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് സെമിനാരിയുടെയും സഭയുടെയും പൊതുവായ ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കാൻ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സെമിനാരി ജീവിതകാലത്ത് സ്റ്റുഡൻ്റായിട്ടും അധ്യാപകനായിട്ടും ഉണ്ടായിരുന്ന കാലത്ത് തിരുമേനിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. മുഴുവനും കൂടെ പറയാനായിട്ട് ഇപ്പോൾ സമയമില്ല, നമുക്കറിയാം. എങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ആ അനുഭവത്തിൻ്റെയും ആ എൻകൗണ്ടറിൻ്റെയും ഒക്കെ സാഹചര്യത്തിൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഗ്രിഗോറിയസ് തിരുമേനി വൈദികനായിരിക്കുമ്പോൾ അതിനു മുൻപേയും UC കോളേജിൽ അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുകയും അവിടെ വളരെയധികം വിദ്യാർത്ഥികളെയൊക്കെ അനേക കാര്യങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛന്
ആ ഒരു തിരുമേനിയുടെ UC കോളേജിലുള്ള എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് പറയാമോ? അതിനെക്കുറിച്ച് എനിക്ക് നേരിട്ട് അതിനെക്കുറിച്ച് പരിചയമില്ല, പക്ഷെ പലതും പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ തിരുമേനിയുടെ ഒരു അനുസ്മരണം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നായിരുന്നു. അതിന് ഞാനൊന്ന് പ്രസംഗിച്ചായിരുന്നു. ആ അവസരത്തിൽ അവിടെ തിരുമേനിയുടെ കുടുംബാംഗമായ ഒരു ഡോക്ടർ സോജൻ ഐപ്പ്, അദ്ദേഹം ന്യൂറോളജിസ്റ്റ് ആണ്, ന്യൂറോ സർജൻ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അന്നേരം അദ്ദേഹവും പറഞ്ഞു, പിന്നെ ബാബു പോൾ സാറ് നേരത്തെ UC കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനി അവിടെ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രിഗോറിയോസ് തിരുമേനി എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ പഠനമൊക്കെ കഴിഞ്ഞ് വന്ന് 1954-55 കാലഘട്ടത്തിലാണ് UC കോളേജിൽ ഗസ്റ്റ് ലെക്ചററായിട്ട് പഠിപ്പിക്കാനായിട്ട് കയറുന്നത്. അന്ന് അദ്ദേഹം ആലുവ ഫെലോഷിപ്പ് ഹൗസിൽ താമസിക്കുകയായിരുന്നു. ഫെലോഷിപ്പ് ഹൗസിൽ താമസിച്ചുകൊണ്ട് UC കോളേജിൽ അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോയി. മോറൽ തിയോളജി, മോറൽ ക്ലാസ്സുകൾ അത് അദ്ദേഹം എടുത്തു. ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. UC കോളേജിലും ഫെലോഷിപ്പ് ഹൗസിലും ബൈബിൾ ക്ലാസ്സുകൾ അദ്ദേഹം എടുക്കുമായിരുന്നു. അത് കേട്ടിട്ട് ഒത്തിരി ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അന്ന് ഡോക്ടർ ബാബു പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പോൾ വർഗീസ് അച്ഛൻ, പോൾ വർഗീസ് അച്ഛനല്ല, പോൾ വർഗീസ് സാറ് അന്ന് അവിടെ വന്ന് ഈ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പെരിയാറിന്റെ തീരത്ത് ആ പാലത്തിന്റെ കൈവരിയിലൊക്കെ നിന്നുകൊണ്ട് പോൾ വർഗീസ് അച്ഛൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്കുമ്പോൾ ഇതിനേക്കാൾ ആഴമേറിയ, ഈ പെരിയാറിനേക്കാൾ ആഴമേറിയ ചിന്തകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അനർഗളമായി പ്രവഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഡോക്ടർ ബാബു പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡോക്ടർ സോജൻ പറഞ്ഞത്, അന്ന് UC കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ ഇവരും അധികം പ്രായമൊന്നും ആയിട്ടില്ല, ഇവരൊക്കെ ചെല്ലുമായിരുന്നു തിരുമേനിയുടെ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാനായിട്ട്. കാരണം എന്തോ ഒരു വലിയൊരു ആള്, ഒരു പ്രശസ്തനായ ഒരു വ്യക്തി, ഒരു സെലിബ്രിറ്റി വരുന്ന ഉടനെ കാണുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു തിരുമേനി വരുന്ന ഉടനെ ഇവർക്കൊക്കെ കാണാനായിട്ടുള്ളത്. തിരുമേനിയുടെ ബന്ധുവാണ്, കുടുംബാംഗമാണ് ഡോക്ടർ സോജൻ. അപ്പൊ സോജൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തിരുമേനിക്ക് ഇത് പറയുന്നതെല്ലാം ഭംഗിയായിട്ട് പിള്ളേർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പോലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന പറഞ്ഞു. ഡോക്ടർ സോജൻ വേറൊരു കാര്യം പറഞ്ഞത്, ഈ 95-ൽ നടന്ന ഒരു കാര്യം, 1995-ല് തിരുമേനിക്ക് ലുക്കുമിയ ആണെന്ന് മനസ്സിലായി, ബ്ലഡ് ക്യാൻസർ ആണെന്ന്. അപ്പൊ ഈ വിവരം ഈ ഡോക്ടർ സോജനാണ് അറിയുന്നത്. കോലഞ്ചേരിയിലും അദ്ദേഹം വെല്ലൂരിലുമൊക്കെ പോയി ഡോക്ടർമാരെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് സെമിനാരിയിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അടുത്ത് ഇത് പറയാനായിട്ട് വന്നു. അപ്പൊ സോജൻ വന്നപ്പോ, ഡോക്ടർ വന്നപ്പോ അദ്ദേഹത്തിന് തന്നെ ഇത് എങ്ങനെയായി തിരുമേനിയുടെ നേരെ അങ്ങ് പറയുന്നതെന്നുള്ള ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഡോക്ടറുടെ ഭാര്യയും മകളും കൂടെ, ആ മകൾക്കന്ന് 6-7 വയസ്സേ ഉള്ളൂ, അവളെയും കൂട്ടിയാണ് വന്നത്. പക്ഷെ അവരെ നേരത്തെ അറിയാം, കുടുംബാംഗമായിട്ട് തന്നെ അറിയാം. അങ്ങനെ വന്നപ്പോ ഈ ഡോക്ടറും മകളും ഭാര്യയും കൂടെ അവിടെ വന്നു, തിരുമേനിയുടെ അടുത്ത് ഇരിക്കുന്നു. ആ അവസരത്തില് ഇത് അങ്ങോട്ട് പറയുമ്പോ എന്തോ തിരുമേനി ഇങ്ങനെ ഇതിന്റെ ബ്ലഡിന്റെ കൗണ്ടിൽ ഈ വ്യത്യാസം ഉണ്ടെന്നും ഒക്കെ സോജൻ ഡോക്ടർ ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി ഈ മകളെ പിടിച്ച് അടുത്ത് ചേർത്ത് നിന്നിട്ട് പറഞ്ഞു, നിന്റെ അപ്പം പറഞ്ഞ എന്തോ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ അവളിങ്ങനെ നോക്കി, 6 വയസ്സുള്ള ഒരു കുഞ്ഞല്ലേ. അപ്പൊ പറഞ്ഞു, നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ രക്തത്തിൽ ഒത്തിരി പോലീസുകാരുണ്ട്. ഈ പോലീസുകാർ നമ്മളെ സംരക്ഷിക്കുന്നവരാ. പക്ഷെ അവരുടെ എണ്ണം കൂടിപ്പോയി. അവരുടെ എണ്ണം കൂടി കഴിയുമ്പോൾ അത് നമുക്ക് തന്നെ കുഴപ്പമായിട്ട് മാറും. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ആ കുഞ്ഞിന് മനസ്സിലാക്കുന്ന രീതി. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നതാണോ ശരീരത്തിൽ ബ്ലഡിനകത്തുള്ള കോർപ്പസിൽസ്, വൈറ്റ് കോർപ്പസിൽസ് എന്ന് പറയുന്ന പോലീസുകാരാണ്? തിരുമേനി അപ്പ അത് പറഞ്ഞ സോജൻ ഡോക്ടർ ഇപ്പോഴും മിനിഞ്ഞാന്ന് എന്നോട് പറഞ്ഞിങ്ങനെ അവളോട് പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ ഒത്തിരി പോലീസുകാരുണ്ട്, നമ്മുടെ രക്തത്തിൽ. ആ പോലീസുകാർ നമ്മളെ ആരോഗ്യമുള്ളവരായിട്ട് കാത്തു സൂക്ഷിക്കുന്ന, പക്ഷേ ആ പോലീസുകാരുടെ എണ്ണം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് തന്നെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് അതായിത്തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞു. ഇങ്ങനെ ലളിതമായ ഭാഷയിൽ അത് സെമിനാരി അധ്യാപകരാണെങ്കിലും മെത്രാച്ചന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ആരുടെ മുമ്പിലാണോ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത് ആ മുന്നിലിരിക്കുന്ന ക്രൗഡിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഗ്രിഗോറിയോസ് തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സുന്നഹദോസിലെ അംഗങ്ങളായിട്ടുള്ള പിതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എപ്പോഴും പറയുന്നതാണ്, എനിക്കും അറിയാവുന്നതാണ്. ഈ അദ്ദേഹം സുന്നഹദോസിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെയും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുന്നത് തിരുമേനി തന്നെയാണ്. അവരോട് അതിനെക്കുറിച്ച് പറയുന്നത്, ഫാക്കൽറ്റി മീറ്റിങ്ങുകൾ നടക്കുന്ന അവസരത്തിലും ആനുവൽ മീറ്റിങ്ങിലും ഒക്കെ വേറെ ആരുമല്ല എടുക്കുന്നത്, ഗ്രിഗോറിയോസ് തിരുമേനി തന്നെയാണ് ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭംഗിയായിട്ട് അദ്ദേഹം പോൾ വർഗീസ് ആയിരുന്ന കാലം മുതൽ
UC കോളേജിൽ ഗസ്റ്റ് ലെക്ചററായിരിക്കുന്ന കാലം മുതൽ അത് കഴിഞ്ഞ് സെമിനാരി അധ്യാപകനായി മറ്റുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലേക്കൊക്കെ അദ്ദേഹം വന്നു. ആ അവസരത്തിലെല്ലാം വളരെ ഭംഗിയായിട്ട് അനേകരുടെ മനസ്സിൽ വേദപുസ്തക യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും വേദശാസ്ത്ര യാഥാർത്ഥ്യങ്ങളും ആഴമായി പതിക്കത്തക്കവണ്ണം ഉപദേശിച്ചു കൊടുക്കുവാനും പഠിപ്പിച്ചു കൊടുക്കുവാനും തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. അച്ഛാ, ഗ്രിഗോറിയസ് തിരുമേനിയുടെ എക്യൂമിനിക്കൽ ബന്ധങ്ങൾ അത് WCCയും ലോകമെമ്പാടും ഒരു വലിയ ഒരു ബന്ധം തന്നെയാണ്. അതിനെപ്പറ്റി അച്ഛനൊന്ന് തിരുമേനിയുടെ എക്യൂമെനിക്കൽ റിലേഷൻസിനെ പറ്റി ഒന്ന് പറയാമോ? അതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എക്യുമെനിക്കൽ റിലേഷൻസ്. ഈ മലങ്കര സഭയിലെ ഏറ്റവും വലിയ എക്യുമെനിക്കൽ വക്താവായിരുന്ന എക്യുമെനിസത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ഗ്രിഗോറിയസ് തിരുമേനി. പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ കഴിഞ്ഞിട്ടേ ഉള്ള അദ്ദേഹത്തിന്റെ മുമ്പോ അദ്ദേഹത്തിന്റെ ശേഷമോ വന്നിട്ടുള്ള ആളുകളൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, ഈ വിയന്നയിൽ വെച്ച് നടന്ന 1971, 1973, 76, 78, 88 വർഷങ്ങളിൽ നടന്നിട്ടുള്ള കൺസൾട്ടേഷൻസ് ഉണ്ട്. പ്രോ ഓറിയന്റയുടെ ആഭിമുഖ്യത്തിലാണ് അത് നടന്നിട്ടുള്ളത്. രണ്ടാം വത്തിക്കാൻ സുന്നോദോസ് കഴിഞ്ഞിട്ട് കത്തോലിക്ക സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ഭംഗിയാക്കാനായിട്ടും അവർ തമ്മിലുള്ളതായ വേദശാസ്ത്ര വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടും ഒക്കെയാണ് പ്രോ ഓറിയന്റയുടെ ആഭിമുഖ്യത്തിൽ. അന്ന് കർദിനാൾ ക്യോണിക് ആയിരുന്നു വിയന്നയിലെ ആർച്ച് ബിഷപ്പ്. അദ്ദേഹം വളരെ പ്രശസ്തനായ ആളായിരുന്നു. കത്തോലിക്ക സഭയിലെ സീനിയർ ആയിട്ടുള്ള ഒരു കാർഡിനാളായിരുന്നു. അദ്ദേഹമാണ് ഈ പ്രോ ഓറിയന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത്. അതിന്റെ ആരംഭം മുതൽ പ്രോ ഓറിയന്റെ ഫൗണ്ടേഷന് കിഴക്കോട്ട്, പ്രോ ഓറിയന്റെ ടുവേഴ്സ് ദ ഈസ്റ്റ് എന്നുള്ളതായിരുന്നു അതിന്റെ ഉദ്ദേശം. അപ്പോ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായിട്ടുള്ള സംവാദത്തിലേക്ക് വരണം. അപ്പൊ അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് മുതൽ ഗ്രിഗോറിയസ് തിരുമേനി, VC സാമുവേൽ അച്ഛനും ഓസ്താത്യോസ് തിരുമേനിയും ഒക്കെ അതിൽ അംഗങ്ങളായിരുന്നു. ഞാൻ വിയന്നയിൽ പഠിക്കാൻ ചെല്ലുന്ന അവസരത്തിൽ അപ്പൊ ഈ 71, 73, 78 വർഷങ്ങളിലെല്ലാം നടന്ന കൺസൾട്ടേഷനുകളിലെല്ലാം ഗ്രിഗോറിയസ് തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, നേതൃത്വം ഉണ്ടായിരുന്നു. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഒരു നേതാവായിട്ട് തന്നെയാണ് ഗ്രിഗോറിയസ് തിരുമേനി അവിടെ നിന്നിട്ടുള്ളത്. ഈ പ്രോ ഓറിയന്റെ മീറ്റിങ്ങുകളിൽ അവിടെ അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കും, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക. ഈ കൽക്കദോന സുന്നോദോസിനെ കുറിച്ച് VC സാമുവേൽ അച്ഛനാണ് കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളതെങ്കിലും ഈ സഭയുടെ അതോറിറ്റി, പിതാക്കന്മാരുടെ വേദശാസ്ത്രം, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ഭംഗിയായിട്ട് ആ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഓറിയന്റൽ സഭകളുടെ വ്യക്തിത്വത്തെ ഉറപ്പിക്കത്തക്കവണ്ണം, അത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുണ്ട്, സിറിയൻ ഓർത്തഡോക്സ് സഭയുണ്ട്, അർമീനിയൻ സഭയുണ്ട്, എത്യോപ്യൻ സഭയുണ്ട്, നമ്മുടെ സഭയുണ്ട്. അന്ന് 5 സഭകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ എർത്രിയൻ സഭയും ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. എത്യോപ്യൻ സഭ വിഭജിച്ചിട്ടാണ് എർത്രിയൻ സഭയും കൂടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ സഭകളുടെ എല്ലാം ഒരു നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഭംഗിയായിട്ട് നമ്മളുടെ വേദശാസ്ത്രം അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും സിംബോസിയങ്ങൾ നടത്തുവാനും പിന്നീട് അവർ നടത്തിയിട്ടുള്ള കൺസൾട്ടേഷനുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കാനും തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് നേരിട്ടറിയാവുന്ന ഒരു കാര്യം. അത് കഴിഞ്ഞ് രണ്ടാമത് അദ്ദേഹം WCCയിലും മറ്റേ ഫെയ്ത്ത് ആൻഡ് ഓർഡർ കമ്മീഷനിലും അതുപോലുള്ള അന്താരാഷ്ട്ര ഓർഗനൈസേഷനുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ ഭംഗിയായ കമൻഡബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് WCCയുടെ, അതേപോലെ തന്നെ പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. വിവിധ കമ്മീഷനുകളുടെ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ആദിവാസികളുടെ വിഷയങ്ങളാണെങ്കിലും ഒറിജിനൽ ട്രൈബ്സിന്റെ വിഷയങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്, വിവിധ റേസിൽപ്പെട്ട ആളുകൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന WCCയുടെ മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ എക്യുമെനിക്കൽ മേഖലകളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് നേരിട്ടറിയാം, ഞാൻ ഈ സെമിനാരി പഠിപ്പിക്കാൻ വന്നപ്പോൾ അതിനൊരു 2 വർഷം മുമ്പേ മലങ്കരയിലുള്ള നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയും ഇവിടുത്തെ കത്തോലിക്ക സഭയും തമ്മിൽ ഓർത്തഡോക്സ് കാത്തലിക് ഡയലോഗ് തുടങ്ങുന്നത്. അതിന് നേതൃത്വം നൽകിയതിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന ആള് അഭിമന്യ ഗ്രിഗോറിയസ് തിരുമേനിയാണ്. അപ്പൊ ഞാൻ പഠിപ്പിക്കാനായിട്ട് വന്ന ആ വർഷം തന്നെ എന്നോടും പറഞ്ഞു, അടുത്ത മീറ്റിംഗ് നടക്കുന്ന ഉടനെ അച്ഛനും അതിനകത്ത് വരണമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് മുതൽ ഞാനും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്.
തിരുവൂർ സിമീൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാലശേഷമാണ് മറ്റുള്ള ആളുകൾ അതിന്റെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ കാത്തലിക് ഓർത്തഡോക്സ് ഡയലോഗ് നടക്കുമ്പോഴും ഭംഗിയായിട്ട് അതിനെ ഡയറക്റ്റ് ചെയ്യുവാനായിട്ട് കത്തോലിക്ക സഭയിൽ നിന്നും ആ സൈഡിൽ നിന്നും ഓർത്തഡോക്സ് സൈഡിൽ നിന്നും ഒക്കെ പേപ്പറുകൾ വിവിധ സ്കോളേഴ്സ്, സെമിനാരി അധ്യാപകർ ഒക്കെ അത് അവതരിപ്പിക്കുമായിരുന്നു. ആ അവതരിപ്പിക്കുന്നതിലൊക്കെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അതിനകത്ത് വിട്ടുപോയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അതാതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു എക്യുമെനിക്കൽ കോൺട്രിബ്യൂഷൻ ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ എക്യുമെനിക്കൽ റിലേഷൻസ് കൊണ്ട് മലങ്കര സഭയ്ക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്യുമെനിക്കൽ ഇൻവോൾവ്മെന്റ് കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് മൊത്തത്തിൽ, ലോകത്തിലുള്ള മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിനും, ഈ വേൾഡ് ഓർഗനൈസേഷൻസിന് മാത്രമല്ല, ആ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ എല്ലാ സമൂഹങ്ങൾക്കും, സഭകൾക്കും, രാഷ്ട്രങ്ങൾക്കും അതിന്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനിൽ അദ്ദേഹം പോയിട്ടുണ്ട്. ഈ എക്യുമെനിക്കൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിന്റെ വലിയ ഫ്രണ്ടായിരുന്നു ഗോർബച്ചോവ്. ആ അദ്ദേഹവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ വെച്ചുകൊണ്ട് പല അന്താരാഷ്ട്ര വിഷയങ്ങളും ഈ ശീത യുദ്ധങ്ങൾ നടന്നുകൊണ്ട്, കോൾഡ് വാറിന്റെ സമയത്തൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇറാനിലും ഇറാഖിലുമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ പ്രശ്നങ്ങളിലും അവരുടെ നിലപാടുകളിലും ഇടപെടാനായിട്ടോ സംസാരിക്കാനായിട്ടോ ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അനേക പുരസ്കാരങ്ങൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. എക്യുമെനിക്കൽ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും ഉണ്ട്. നമ്മുടെ മലങ്കര സഭയുടെ ഈ സഭാ കേസുകളിലൊക്കെയും പ്രത്യേകിച്ച് അതിൽ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ പീസ് മേക്കിംഗ് എഫേർട്സിനെ പറ്റി ഒന്ന് അച്ഛൻ നമ്മോടൊന്ന് വിശദീകരിക്കാമോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1995 അദ്ദേഹം സെമിനാരി പ്രിൻസിപ്പാളായിട്ട് നിൽക്കുന്ന കാലം മെത്രാപ്പൊലീത്തയാണ്. ആ അവസരത്തിലാണ് 95 കോടതി വിധി ഉണ്ടാവുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഇടവക എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ നടമേൽ പള്ളിയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം തെക്കോട്ട് വരുന്നത്. അപ്പോ ഈ കേസുകളെല്ലാം നടക്കുന്ന ഒരു സമയമാകുമ്പോൾ, അതിനു മുമ്പ് 58 മുമ്പും അതിനുശേഷം വന്ന ഒരു സമയത്ത് 72 ശേഷവും ഒക്കെ ഈ നടമേൽ പള്ളി പാത്രിയർക്കീസ് വിഭാഗത്തിൽ നിൽക്കുന്ന ഒരു പള്ളിയായിരുന്നു. അപ്പൊ തിരുമേനിക്ക് അവിടെ പ്രവേശിക്കാനൊന്നും സാധിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് കോടതി വിധി വന്നു കഴിഞ്ഞ് 95 വിധി വന്നപ്പോൾ അന്ന് മാത്യൂസ് ദിദിയൻ ബാവാ തിരുമേനിയായിരുന്നു. ബാവാ തിരുമേനിയും സുന്നതദോസും തീരുമാനിച്ചു പാത്രിയർക്കീസ് വിഭാഗവുമായിട്ട് അനുരഞ്ജന ചർച്ചകൾ നടത്തണമെന്ന്. അങ്ങനെ അനുരഞ്ജന ചർച്ചകൾ നടത്താനായിട്ട് വന്നപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ അനുരഞ്ജന ചർച്ച നടത്താനായിട്ടുള്ള കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഭിമന്യ ഗ്രിഗോറിയസ് തിരുമേനിയായിരുന്നു. തിരുമേനി അതിൽ ഭംഗിയായിട്ട് ഇടപെട്ടു. മറ്റേ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്ന ആള് ഇപ്പോൾ നമ്മുടെ കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബാവാ തിരുമേനിയായിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിച്ച് സോഫിയ സെന്ററിലും സെമിനാറിലും ഒക്കെ ആയിട്ട് കുറെ അധികം ചർച്ചകൾ നടത്തി. 5 or 6 തവണ ഒന്നിച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. തിരുമേനി തന്നെയാണ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ഈ മീറ്റിങ്ങുകളുടെ എല്ലാം മിനിറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്തത്. അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം എഴുതി. ഈ 95 ഈ വിധി കഴിഞ്ഞിട്ട് അതിൽ മലങ്കര സഭയുടെ ഭരണഘടനയെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കാതോലിക്കേറ്റിന്റെ സ്ഥാനത്തെക്കുറിച്ചും അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഭംഗിയായിട്ട് ആ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് ഇരു വിഭാഗവും വരണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഈ റിപ്പോർട്ടുകളെല്ലാം എഴുതി ബാവാ തിരുമേനിയുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നു. ചില അവസരങ്ങളിൽ ഈ റിപ്പോർട്ടൊക്കെ വന്ന് ഈ ചർച്ചയൊക്കെ നടത്തി കഴിയുന്നുണ്ടെങ്കിൽ, സെമിനാരി ഫാക്കൽറ്റി മീറ്റിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ ആ അവസരത്തിൽ തിരുമേനി അതിനെക്കുറിച്ച് ഞങ്ങളോടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുകയാണ്. സഭയിൽ ഒരു സമാധാനം ഉണ്ടാകും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ സഭയിലെ തന്നെ ചില ആളുകൾ തിരുമേനി ഇതിനകത്ത് ഇടപെടാൻ പാടില്ലെന്നും പാത്രിയർക്കീസ് വിഭാഗമായിട്ട് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നു, സെമിനാരിയിൽ വന്ന് സംസാരിക്കുന്നു. തിരുമേനിക്ക് അത് വലിയ വിഷമായിപ്പോയി. തിരുമേനി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു, സഭയിൽ സമാധാനം ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതി. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് അതിനെതിരെ ശക്തമായൊരു നിലപാടുമായിട്ട് ചില ആളുകൾ രംഗത്ത് വന്നു. അത് തിരുമേനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ തിരുമേനിയോട്
വളരെ പരുഷമായിട്ട് ചില ആളുകൾ, വൈദികർ ഉൾപ്പെടെ ചില ആളുകൾ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു. അത് തിരുമേനിക്ക് വലിയ വിഷമമായി. അത് കഴിയുമ്പോഴാണ് തിരുമേനി ആ ഒരു രീതിയിൽ നിന്ന് അതങ്ങ് മാറുന്നത്. ചർച്ച അലസി പോവുകയും ചെയ്തു. സമാധാനം ഉണ്ടാക്കാനായിട്ടോ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകാനായിട്ടോ സാധിച്ചില്ല. അത് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മനസ്സിൽ വളരെയധികം വേദന ഉണ്ടാക്കിയ കാര്യമാണ്. അദ്ദേഹത്തെ അപമാനിക്കത്തക്ക രീതിയിൽ, അല്ലെ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും പെരുമാറുകയും അദ്ദേഹത്തെ സംബോധന ചെയ്യുകയൊക്കെ ചെയ്തു. അതൊക്കെ തിരുമേനി പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നും അത് വളരെ വേദനയാണെന്നും എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നും ഒക്കെ അദ്ദേഹം പറയുക, പലരോട്, ഒന്ന് രണ്ട് പേരോട്, അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളോട് അവരോടൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് ആ ഒരു സംരംഭം അതിൽ നിന്ന് ഇല്ലാതെയാകുന്നു. 95 വിധി കഴിഞ്ഞ് പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴത്തേക്കും തിരുമേനിക്ക് അസുഖമായി. തിരുമേനി അസുഖമായിട്ട് ഈ വെള്ളൂര് ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് താമസിക്കുന്നുണ്ട്. അന്ന് അവിടെയുള്ള ആരോ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഹോമിയോപ്പതിയും അക്യുപഞ്ചറും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആ ചികിത്സയ്ക്കായിട്ട് തിരുമേനി അവിടെ ചെന്ന് താമസിച്ചു. അങ്ങനെ അവിടെ ചെന്ന് താമസിക്കുന്നുണ്ടേ നമ്മുടെ AT എബ്രഹാം അച്ഛൻ, ജ്ഞാനായ ഭദ്രാസനത്തിൽപ്പെട്ടിരുന്ന ഒരു വൈദികനാണ്. മൂവാറ്റുപുഴ അരമനയിൽ അത്താനാസ്യോസ് തിരുമേനിയോടൊപ്പം താമസിച്ചതാണ്. അമേരിക്കയിലൊക്കെ ആയിരുന്നു. AT എബ്രഹാം അച്ഛന് ഈ തിരുമേനിയെ കാണാനായിട്ട് വെല്ലൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ചെല്ലുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഞാനൊന്ന് വായിക്കാം. ഞാൻ അവസാനമായി മെത്രാപ്പൊലീത്തായെ കണ്ടത് വെള്ളൂർ HPCയുടെ ഗസ്റ്റ് ഹൗസിൽ ചികിത്സാർത്ഥം താമസിക്കുന്ന അവസരത്തിലായിരുന്നു. ദീർഘമായി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. വളരെ നിരാശനായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. എന്താണ് ഇത്ര നിരാശ? രോഗം കൊണ്ടാണോ എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ടല്ല എന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് തിരുമേനി എന്നോട് പറഞ്ഞു. ആദ്യത്തേത്, സഭയിൽ സമാധാനം കണ്ട് എൻ്റെ മാതാപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയിൽ പോയി ഒരു കുർബാന നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതായിരുന്നു സഭയുടെ കേസിനെ കുറിച്ചും സഭാ സമാധാനത്തെക്കുറിച്ചും തിരുമേനിയുടെ ഉള്ളിൽ തട്ടി തിരുമേനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിശ്രമിക്കുന്നതായ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവാലയത്തിൽ ചെന്ന്, അദ്ദേഹം മാമോദീസ മുങ്ങിയ ദേവാലയത്തിൽ ചെന്ന്, അദ്ദേഹം സൺഡേ സ്കൂൾ അഭ്യസിച്ച ദേവാലയത്തിൽ ചെന്ന്, അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിച്ച ദേവാലയത്തിൽ ചെന്ന് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നും മാതാപിതാക്കളുടെ കബറിടങ്ങളിൽ ധൂപപ്രാർത്ഥന നടത്തണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമായിരുന്നു ഈ സഭയിലെ ഭിന്നത അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഡ്രൈവിംഗ് ഫോഴ്സ്. അത് ആ ആഗ്രഹം സാധിക്കാൻ തിരുമേനിക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ആ ആഗ്രഹം സാധിപ്പിച്ച് കൊടുത്തില്ല. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിലാണല്ലോ റെസിഗ്നേഷൻ ഒക്കെ നൽകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെയും ഒരു അറ്റ്മോസ്ഫിയർ പൊതുവിൽ സഭയിലുണ്ടായിരുന്ന അത് എന്തായിരുന്നു വെച്ചാ? തിരുമേനി വളരെ ആക്റ്റീവായിട്ട് സഭയുടെ കാര്യങ്ങളിൽ ഇടപെടുകയും സഭയുടെ കാര്യങ്ങളെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് പലപ്പോഴും പല മെത്രാച്ചന്മാരുടെ ഇടയിലും അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ ഭദ്രാസനത്തിന്റെ കാര്യത്തിൽ മക്കാഴിയോസ് തിരുമേനിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചില അവസരങ്ങളിൽ മറ്റു മെത്രാച്ചന്മാരോടും ഒക്കെ ഇങ്ങനെ സംസാരിക്കാം. കൂടുതൽ മെത്രാച്ചന്മാരൊന്നും അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് എന്താ പറയുന്ന ഒരു സംവാദത്തിൽ വരാനായിട്ടോ ആഗ്രഹിച്ചിട്ടില്ല. കാരണം അവരൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ അദ്ദേഹം പറയുന്ന പോലെ കേൾക്കുന്ന ആളുകളോ ആയിരുന്നു. എന്നാലും അദ്ദേഹം 2 സന്ദർഭത്തില് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം സെമിനാരി പ്രിൻസിപ്പൽ സ്ഥാനത്ത് എന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് 1991 അദ്ദേഹം ഒരു ഫാക്കൽറ്റി മീറ്റിംഗ്, ആനുവൽ ഫാക്കൽറ്റി മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സെമിനാരി പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്ന് ഒഴിയുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ബാബാ തിരുമേനിക്ക് ഒരു കത്ത് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹം അത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ അവസരത്തിൽ സെമിനാരിക്ക് കാര്യത്തിൽ നിന്ന് മാറണം എന്നുള്ളതല്ല, ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം രാജിവെക്കുന്നു. ആ വാർത്ത വന്നപ്പോഴത്തേക്കിന് അന്ന് സെമിനാരി തുറന്നില്ല, ഈ ആനുവൽ ഫാക്കൽറ്റി നടക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ സെമിനാരി തുറക്കുള്ളൂ. ജൂൺ 6 7 ഒക്കെയാ ഇങ്ങനെ ഈ ഫാക്കൽറ്റി മീറ്റിംഗ് നടക്കുന്നു. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് അതൊരു വിഷമമായി. സെമിനാരി ഫാക്കൽറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും വിഷമമായി.
ഗ്രിഗോറിയോസ് തിരുമേനി സ്ഥാനം ഒഴിയുന്നു എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം വളരെ വിഘ്നഭരിതനായിട്ട് ഞാൻ ഈ സ്ഥാനം ഒഴിയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ഗബ്രിയേൽ അച്ഛനും കൂടെ, ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരുമേനിയുടെ മുറിയിൽ ചെന്നു. തിരുമേനിയുടെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ തിരുമേനി സ്ഥാനം ഒഴിയുക. ഞാൻ സ്ഥാനം ഒഴിയുക, അതിനെന്നാ എന്ന് തിരുമേനി മറുപടി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, തിരുമേനി അങ്ങനെ ഒഴിയരുതെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, സെമിനാരി ഫാക്കൽറ്റി മെമ്പേഴ്സായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അഭിപ്രായം തിരുമേനി സ്ഥാനം ഒഴിയണ്ട, സ്ഥാനം ഒഴിയരുത്, ഇപ്പോൾ ഒഴിയുന്നത് ശരിയല്ല. ഇപ്പോൾ സെമിനാരി കെട്ടിടം പണി നടക്കുന്നുണ്ട്, സഭാ കേസ് ഇങ്ങനെ ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ തിരുമേനി, നമുക്കറിയാം തിരുമേനി സെമിനാരിയുടെ ചുമതല ഒഴിഞ്ഞാൽ പിന്നെ കോട്ടയത്തോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ തിരുമേനി സഭാ കേന്ദ്രത്തിൽ തന്നെ കാണത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി അത് ഒഴിയുന്നത് ശരിയല്ല എന്ന്. അപ്പൊ ഞങ്ങള് നിങ്ങൾ ആരോടെന്ന് വെച്ചാൽ പറ. അപ്പൊ ബാബാ തിരുമേനിയോട് പറയട്ടെ. പറഞ്ഞോളൂ. PC എബ്രഹാമിനോട് പറയട്ടെ, KM മാത്യുവിനോട് പറയട്ടെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് അവരോട് കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു, തിരുമേനി ഒഴിയണ്ട എന്നുള്ള കാര്യം ഞങ്ങളുടെ ആഗ്രഹമാണെന്നുള്ളത്. അങ്ങനെ വന്ന് ഞങ്ങൾ താഴെ വന്നപ്പോൾ കോരുതച്ഛനുണ്ട്, കോരുതച്ഛനോട് സംസാരിച്ചു, ജോഷുവാച്ചനോട് സംസാരിച്ചു. ജോഷുവാച്ചന്റെ വീട്ടിലായിരുന്നു, കുറിച്ചിൽ അന്നാച്ചൻ വൈകിട്ടാ. ഞങ്ങൾ ജോഷുവാച്ചന്റെ വീട്ടിൽ പോയി. അന്ന് ജോഷുവാച്ചന്, കോരുതച്ഛന്, ജേക്കബ് കുര്യനച്ഛന്, CC ചെറിയാനച്ഛന്, MP ജോർജ് അച്ഛന്, TA വർഗീസ് അച്ഛന്, മാത്യു ബേബി അച്ഛൻ തുടങ്ങിയ ആളുകൾ എല്ലാവരും അവിടെ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്നിട്ട് ആ അവസരത്തിൽ ജോഷുവാച്ചൻ ഒരു നിവേദനം തയ്യാറാക്കി ബാബാ തിരുമേനിക്ക് കൊടുക്കാനായിട്ട്. അത് തയ്യാറാക്കി വളരെ ഭംഗിയായിട്ട് ജോഷുവാച്ചൻ അതിനകത്ത് ഗ്രിഗോറിയോസ് തിരുമേനി സെമിനാരി പ്രിൻസിപ്പാളായിട്ട് തുടരേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് എഴുതി. ജോഷുവാച്ചൻ തന്നെ ആദ്യം ഒപ്പിട്ടു. അത് കഴിയുമ്പോൾ കോരുതച്ഛൻ ഒപ്പിട്ടു, ഗബ്രിയേൽ അച്ഛൻ, ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ ഫാക്കൽറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒപ്പിട്ട് അത് രാത്രി ഒരു 10:30 കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ തിരുമേനി താമസിക്കുന്ന മുറിയുടെ ആ നിലയിൽ തന്നെയായിരുന്നു ഞാനും ഗ്രിഗോറിയോസ് തിരുമേനി, ഗബ്രിയേൽ തിരുമേനിയും ഒക്കെ താമസിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ തിരുമേനി ഇങ്ങനെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങൾ പെയ്യെ കഥവ് മുട്ടിയപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ചെന്ന് ജോഷുവാച്ചനെ ഒക്കെ കണ്ടു ഒരു നിവേദനം തയ്യാറാക്കി. അത് അനുസരിച്ച് തിരുമേനി ഇതിനകത്ത് മാറാൻ പാടില്ലെന്നാണ് എല്ലാ അധ്യാപകരും ഒരുപോലെ ആവശ്യപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞു. ആട്ടെന്ന് പറഞ്ഞ് തിരുമേനി അന്നേരം അതങ്ങ് അവസാനിപ്പിച്ചു. പിന്നീട് അതേക്കുറിച്ച് പ്രസ് ചെയ്തില്ല. ബാബാ തിരുമേനിയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സെമിനാരി ഫാക്കൽറ്റി ഒറ്റക്കെട്ടായിട്ട് പിന്നെ ഞങ്ങൾ PC എബ്രഹാമിനോടും KM മാത്യു, അന്ന് മനോരമ ചീഫ് എഡിറ്റർ ആണല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. PC എബ്രഹാം അൽമായ ട്രസ്റ്റി ആയിരുന്നു. ഇവരൊക്കെ കണ്ട് ഇവരൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ അന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അവരുടെ അടുത്തും അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും വലിയ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഒരിക്കലും ഗ്രിഗോറിയോസ് തിരുമേനി അങ്ങനെ ഒഴിയാൻ പാടില്ല. ഒഴിയുക മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ ഇവിടെ നിന്ന് പോകാനും പാടില്ല. അദ്ദേഹം ഈ രീതിയിലല്ല അദ്ദേഹം സെമിനാരി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടത്, മാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൊണ്ട് അത് വളരെ സന്തോഷമാണ്. അതായിരുന്നു ഒരു സന്ദർഭത്തിൽ അദ്ദേഹം രാജു. രണ്ടാമതൊരു സന്ദർഭം എന്ന് പറയുന്നത് 95 ഈ കോടതി വിധി വരുന്നതിന് സകലം മുമ്പാണ്. അന്ന് മാത്യു സ്ഥിതിയും ബാബാ തിരുമേനിയാണ്. ബാബാ തിരുമേനിയുമായിട്ട് എന്തോ കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിട്ട് ഇദ്ദേഹം അങ്ങ് രാജിവെച്ചു. അന്നൊരു ഇംഗ്ലീഷിൽ ഒരു നീണ്ട രാജിക്കത്ത് ബാബാ തിരുമേനിക്ക് എഴുതിയിട്ടുണ്ട്. അതിന്റെ കോപ്പിയൊക്കെ നമുക്ക് അവൈലബിളാണ്. ആ ഇംഗ്ലീഷിൽ എഴുതിയ രാജിക്കത്തില് തിരുമേനി എഴുതിയത് സെമിനാരി പ്രിൻസിപ്പാൾ സ്ഥാനം ഒഴിയുന്നില്ല, സഭയിലെ മറ്റെല്ലാ ചുമതലകളും ഒഴിയുന്നു, തലക്കോട് ബാലഭവനൊന്നും ഒഴിയുന്നില്ല, പിന്നെ ഡൽഹിയിൽ ഏതാണ്ട് ഒരു സ്നേഹതീരം ഏതാണ്ട് പറഞ്ഞൊരു 1-2 ചാരിറ്റബിൾ പരിപാടികളുണ്ടല്ലോ, അതിനകത്തൊന്നും ഒഴിയുന്നില്ല, ബാക്കി സഭയുടെ എല്ലാ ചുമതലകളും ഞാൻ ഒഴിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ബഹളം ഉണ്ടായി. ആ അവസരത്തിൽ തിരുമേനി എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവാ, ഡൽഹിക്ക് പോവാന്നും പറഞ്ഞ് തിരുമേനിയെ കാണാതെ പുള്ളിക്കാരൻ അങ്ങ് ഡൽഹിക്ക് പോവാന്നും പറഞ്ഞ് പോയി. പോയപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് ഈ കോലഞ്ചേരി ആശുപത്രി വരെ ചെന്നിട്ടുള്ളൂ. അവിടെ ഉണ്ടായിരുന്നു തിരുമേനി. അപ്പൊ ഞാനും ഗബ്രിയേൽ അച്ഛനും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ രാവിലെ ബാബാ തിരുമേനിയുടെ അടുത്ത് ചെന്നു. തലേ ദിവസം വൈകിട്ട് ബാബാ തിരുമേനിയുടെ അടുത്ത് ചെന്നു. ബാബാ തിരുമേനിയുടെ അടുത്ത് ചെന്ന് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ ഗ്രിഗോറിയോസ് തിരുമേനി ഇങ്ങനെ പോവുക, എല്ലാ സ്ഥാനങ്ങളെയും രാജിവെച്ചു എന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് രാജി എഴുതിയിട്ട് തന്നെ ഒരു 3-4 ദിവസമായി. അതപ്പോ ഇങ്ങനെ ചിലരുടെ അടുത്തൊക്കെ കിട്ടി, ചിലരൊക്കെ രഹസ്യമായിട്ട് അത് വായിച്ചു, ചിലരൊക്കെ അത് വായിക്കാതെ ഇരുന്നു. അങ്ങനെയൊക്കെ വന്ന് ഒരു സന്ദർഭമായി. അങ്ങനെ വന്നപ്പോ ഇതിങ്ങനെ രാജി എഴുതിയിട്ടുണ്ടല്ലോ എന്നും മനസ്സിലായി. ബാബാ തിരുമേനിയോട് പറഞ്ഞപ്പോ ബാബാ തിരുമേനി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു വിഷമവും ഇല്ല, ആബുവിനുമായിട്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഗ്രിഗോറിയോസ് തിരുമേനി
ഗൃഗോറിയോസ് പിതാവ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ചെയ്തു കൊള്ളാം. ബാബാ തിരുമേനി ഞങ്ങളുടെ രണ്ടുപേരുടെയും, ഗബ്രിയേൽ അച്ഛന്റെ എന്റെയും കൈ പിടിച്ചു, രണ്ടുപേരുടെയും കയ്യിൽ ഇങ്ങനെ ഇടത്തും വലത്തുമായിട്ട് പിടിച്ചിട്ട് ബാബാ തിരുമേനി, എൻ്റെ അച്ഛന്മാരെ, എനിക്ക് യാതൊരു വിഷമവും അഭിപ്രായ വ്യത്യാസവും ഇല്ല ഗൃഗോറിയോസ് തിരുമേനിയോട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എന്നാ എന്ന് ഗൃഗോറിയോസ് തിരുമേനിയോട് പറഞ്ഞോട്ടെ, നിങ്ങൾ ചെന്ന് പറ എന്ന് പറഞ്ഞ് ബാബാ തിരുമേനി ഞങ്ങളോട്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ കോട്ടയത്ത് നമസ്കാരം കഴിക്കുന്നതിന് മുമ്പേ പോയി കോലഞ്ചേരി ആശുപത്രിയിൽ ചെന്നപ്പോൾ തിരുമേനി അവിടെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ ഞങ്ങൾ കതവ് മുട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണെന്ന് തിരുമേനിക്ക് മനസ്സിലായി. അപ്പൊ തിരുമേനി ചോദിച്ചു, എന്താ? അപ്പൊ പറഞ്ഞു, തിരുമേനി ഞങ്ങളൊന്ന് കാണാൻ വന്നതാ. എന്താ? ഞങ്ങൾ ബാബാ തിരുമേനിയെ കണ്ടിരുന്നു, ഇങ്ങനെ തിരുമേനി രാജിവെച്ചൊന്നും ഡൽഹിക്ക് പോവാന്നൊക്കെ പറഞ്ഞെന്ന് ബാബാ തിരുമേനി. അതിനെക്കുറിച്ച് ബാബാ തിരുമേനിയോട് പറഞ്ഞു. ബാബാ തിരുമേനി പറഞ്ഞു, ഞങ്ങൾ തിരുമേനിയോട് സംസാരിക്കണം, തിരുമേനി അങ്ങനെ പോകാൻ പാടില്ല എന്ന് ബാബാ തിരുമേനി പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ തിരുമേനി പറയാം, അവിടെ നിൽക്ക്, ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് കഴിച്ചോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. തിരുമേനി പറഞ്ഞ, ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് കഴിച്ചോട്ടെ, നിങ്ങൾ അവിടെ നിൽക്കാം. ഞങ്ങളങ്ങ് മാറി നിന്നു. അപ്പോൾ തിരുമേനി പിന്നെ ഭക്ഷണമൊക്കെ ആയി. അപ്പോൾ തിരുമേനിക്ക് വാസ്തവം പറഞ്ഞ തിരുമേനി ഈ ഭക്ഷണം കഴിക്കുന്ന ആ സമയം ഉണ്ടല്ലോ, ഒരു അരമണിക്കൂർ സമയം, ആ അരമണിക്കൂർ സമയം കൊണ്ട് ഞങ്ങളുടെ പ്രശ്നത്തിന്റെ ഉത്തരവെല്ലാം മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളോടൊക്കെ മാറിയിരിക്കാൻ പറഞ്ഞത്. കോൺസെൻട്രേറ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ടല്ല, കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിക്കാനായിട്ട് തിരുമേനി പോയി. പക്ഷെ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാം, ഇങ്ങോട്ട് മാറിയിരിക്കും, ഞാനൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ നിന്ന് കഴിച്ചു. കുറച്ച് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരുമേനി ഇങ്ങനെ തിരുമേനിയുടെ പരിഭവങ്ങളും ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബാബാ തിരുമേനിയോട് പറയേണ്ടതും ഒക്കെ പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, തിരുമേനി ഡൽഹിക്ക് പോകാനായിട്ട് ഞാൻ ഡൽഹിക്ക് പോകാന്നൊക്കെ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പം എല്ലാം പറഞ്ഞപ്പോ എന്നാ ആയിക്കോട്ടെ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, തിരുമേനി ഡൽഹിക്ക് പോകുന്ന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കട്ടെ? ആ, നോക്കാം എന്ന് പറഞ്ഞ് അന്ന് ആ രാജിയിൽ നിന്നും അദ്ദേഹം പിന്മാറി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ, വളരെ നിർമ്മല ഹൃദയം, അതായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ആളുകളോടൊക്കെ ദേഷ്യപ്പെടുന്നതായിട്ടും ചമാച്ചന്മാരോടോ അച്ഛന്മാരോടോ ഒക്കെ വളരെ ശക്തമായി സംസാരിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനേക്കാളൊക്കെ ഇത്രയുള്ളായിരുന്നു അദ്ദേഹത്തിന്റെ. ബാബാ തിരുമേനിയോട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ട് കൊച്ചച്ഛന്മാര്, ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചു കഴിയുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ മനസ്സിൽ സഭ വലിയതായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാബാ തിരുമേനിയോടും സഭയോടും സുന്നതദോസിനോടും ഒക്കെ വളരെ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ കേൾക്കാതെ വരുന്ന ഉടനെയൊക്കെ ചില പരിഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ ആ റെസിഗ്നേഷൻ ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്ന അല്ല. പക്ഷെ തിരുമേനിയുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള അനിവാര്യമായ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, ചിലതൊക്കെ സംഭവിക്കണമെന്നുള്ളത്, അതൊക്കെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അച്ഛാ, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സഭാ ചരിത്രത്തെ പറ്റിയുള്ള അദ്ദേഹം അനേക ക്ലാസ്സുകളൊക്കെയും എടുത്തിട്ടുണ്ടെന്ന് അച്ഛൻ പറയുകയുണ്ടായി. അച്ഛനെയും വളരെയധികം അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടുണ്ട് ഈ പഠന കാര്യങ്ങളിലൊക്കെയും. അപ്പോൾ തിരുമേനിയുടെ സഭാ ചരിത്രത്തെ പറ്റിയുള്ള ഒരു വീക്ഷണം അല്ലെ ഒരു ചിന്തകൾ അതെന്തൊക്കെയായിരുന്നു അച്ഛാ? തിരുമേനിയുടെ ഈ സഭാചരിത്രത്തിലുള്ള കാര്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സഭാചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് എടുത്തു മാത്രം പറയാനായിട്ട് സാധിക്കില്ല. തിരുമേനി മൊത്തത്തിൽ സഭയുടെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സഭാചരിത്രം മാത്രമല്ല, പക്ഷെ തിരുമേനി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ നമ്മള് സഭാചരിത്രത്തെ 2-3 കാലഘട്ടങ്ങളായിട്ട് വിഭജിക്കാനായിട്ട് സാധിക്കും. ആ വിഭജിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ആദ്യമ സഭാചരിത്രമുണ്ട്, സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള പെട്രിസ്റ്റിക്സ്. ആ ഭാഗത്ത് അദ്ദേഹത്തിന്റെ അത്രയും ജ്ഞാനം മലങ്കര സഭയിൽ ഇതുവരെയും വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. ആദിമ സഭാ ചരിത്രമാണ് നമ്മൾ BD ഒക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഏർലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി അപ് ടു 6th century എന്നും പറഞ്ഞു 600 AD എന്നും പറഞ്ഞൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ 600 AD വരെയുള്ള സഭയുടെ ചരിത്രം ഏറ്റവും ഭംഗിയായിട്ട് പഠിപ്പിച്ചിട്ടുള്ളയാളാണ് ഗ്രിഗോറിയോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ തീസിസ് തന്നെ കപ്പദോക്യൻ പിതാക്കന്മാരില് ഗ്രിഗറി ഓഫ് നിസായെ കുറിച്ചായിരുന്നല്ലോ. അപ്പോ ഈ കപ്പദോക്യൻ പിതാക്കന്മാരെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ ക്ലാസ്സുകൾ അദ്ദേഹം എടുക്കുന്ന ഉടനെ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ആ ഹിസ്റ്റോറിക്കൽ സെറ്റിങ്സിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മലങ്കര സഭയുടെ ചരിത്രം അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമായിരുന്നു, വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു.
പിതാക്കന്മാരുടെ ചരിത്രം അറിയാമായിരുന്നു, ആദിമ സഭയുടെ ചരിത്രം അറിയാമായിരുന്നു. അതുമാത്രമല്ല, ലോകത്തിലുള്ള മറ്റെല്ലാ സഭകളുടെയും ചരിത്രം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ എക്യുമെനിക്കൽ റിലേഷൻസ് കൊണ്ടോ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ബന്ധങ്ങൾ കൊണ്ടോ പഠനങ്ങൾ കൊണ്ടോ റിസർച്ച് കൊണ്ടോ ഒക്കെ അദ്ദേഹത്തിന് സഭയുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ ആഴമായ അറിവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ വിയന്ന കൺസൾട്ടേഷനിലൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ കൽക്കദോന സുന്നോദോസ് സിനഡ് ഓഫ് കാൽസുഡോൺ സിനഡിനെ കുറിച്ച്, നെസ്തോറിയോസിനെ മുടക്കിയ 431 സുന്നോദോസിനെ കുറിച്ച്, ഈ സുന്നോദോസുകളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത്ര അഗാധമായിരുന്നു അദ്ദേഹത്തിന്റെ സഭാചരിത്ര ജ്ഞാനം എന്ന് പറയുന്നു. കാതോലിക്കറ്റിനെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം ഈ കാതോലിക്കറ്റിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തില് 12/70/82 അന്ന് അദ്ദേഹം ഒരു പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കാതോലിക്കറ്റിനെ കുറിച്ച് ലേഖനങ്ങളൊക്കെ എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാതോലിക്കറ്റിന്റെ 70-ാം വാർഷികം 1912 കഴിഞ്ഞ് 70 വർഷം കഴിയുമ്പോൾ 82 അത് ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ സഭാ ചരിത്രത്തിൽ അഗാധമായ ജ്ഞാനം നേടുവാനായിട്ട്, പെട്രിസിസ് പഠിപ്പിക്കുവാനായിട്ടും ഗ്രിഗോറിയോസ് തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്. അച്ഛാ, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സന്ദർഭമായിരിക്കണമല്ലോ തിരുമേനി കാലം ചെയ്തപ്പോൾ തിരുമേനിയുടെ ഭൗതിക ശരീരം പഴയ സെമിനാരിൽ കൊണ്ടുവരികയും അവിടെ നടക്കുന്നതായ കബറടക്ക ശുശ്രൂഷകളൊക്കെയും അവിടെ അച്ഛൻ അതിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തെ പറ്റിയും കൂടെ ഈ സമയത്ത് നമ്മളോടൊന്ന് പറയാമോ? വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നോട് ഞാന് രാവിലെ എവിടെയോ കുർബാന ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നട്ടാശ്ശേരി പള്ളിയിലോട്ട്. ഞാൻ കുർബാന കഴിഞ്ഞേച്ച് വരുന്ന അവസരത്തിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു വരും. അന്നേരമാണ് ചെറിയാനച്ഛൻ കുർബാനയ്ക്ക് വിളിച്ചു, CC ചെറിയാനച്ഛനാണ് വിളിച്ചിട്ട് പറഞ്ഞു, വെച്ചാൽ നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് അറിയുന്നത്. ഉടനെ തന്നെ സെമിനാരി വന്നു. സെമിനാരി അധ്യാപകരെല്ലാവരും ഒന്നിച്ചു കൂടി എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നു. അവിടെ ആലോചന നടക്കുന്നു. അപ്പോൾ ദേവലോകത്തേക്ക് ആലോചനകൾ നടന്നു. അപ്പോൾ തിരുമേനിയുടെ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. തിരുമേനിയുടെ 70-ാം ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തില് അദ്ദേഹം ഈ മാപ്പിള ഹാളിൽ വെച്ചൊരു വലിയ മീറ്റിംഗ് നടന്നായിരുന്നു. അത് കഴിഞ്ഞ് ഈ സെമിനാരിയിൽ വൈകിട്ട് കുട്ടികൾക്കായിട്ട്, സെമിനാരി സ്റ്റുഡൻസിനായിട്ട് ഒരു ഡിന്നർ തിരുമേനി ഹോസ്റ്റ് ചെയ്തു. ആ ഡിന്നറിൽ ബാബാ തിരുമേനിയും വന്ന് സംബന്ധിച്ചായിരുന്നു. അപ്പൊ ഈ 70-ാം വയസ്സിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ് എല്ലാവരും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് ബാബാ തിരുമേനിയും എന്തോന്ന് സംസാരിച്ചു. അത് കഴിയുമ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനി ഒരു മറുപടി പ്രസംഗം നടത്താനായിട്ട് എഴുന്നേറ്റു. ഗ്രിഗോറിയോസ് തിരുമേനി അന്ന് മറുപടി പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞത്, എനിക്കൊരു അവസാനത്തെ ആഗ്രഹമുണ്ട്, അതായത് ഇവിടെ എനിക്കൊരു 6 അടി മണ്ണ് തരണം, ബാബാ തിരുമേനിയോട് ഞാൻ അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് വളരെ ഇമോഷണൽ ആയിരുന്നു തിരുമേനി അത് പറഞ്ഞത്. അപ്പൊ ബാബാ തിരുമേനി ഒന്നും പറഞ്ഞില്ല, തലയാട്ടി ഇങ്ങനെ. ഗ്രിഗോറിയോസ് തിരുമേനി ആവശ്യപ്പെട്ട, എനിക്കിവിടെ ഒരു 6 അടി മണ്ണ് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ തിരുമേനി അടക്കുന്ന എവിടെയാണെന്ന് വേറെ ആർക്കും യാതൊരു ചിന്തയുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പൊ ദേവലോക തരമനയിൽ മീറ്റിംഗ് കൂടി, മെത്രാച്ചന്മാരൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വന്നു കഴിയുമ്പോൾ അന്ന് PJ കുര്യനും മറ്റേ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. അവിടുന്ന് പ്രത്യേക വിമാനത്തിൽ ഇങ്ങോട്ട് വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നു. ഉമ്മൻചാണ്ടി സാറ് അന്നേരം തന്നെ വന്നു. കോൺഗ്രസ് നേതാക്കന്മാർ പലരും അവിടെ വന്നു. അവരപ്പോൾ ഡൽഹിയിൽ അന്ന് കോൺഗ്രസ് മന്ത്രിസഭയാണല്ലോ, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ ബോഡിയൊക്കെ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചു. ഉടനെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അത് കൊണ്ടുവന്നു, പഴയ സെമിനാരിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത്. അത് വളരെ ഒരു വിലാപയാത്രയായിട്ടാണ് പഴയ സെമിനാരിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനൊക്കെ ഞങ്ങൾ എല്ലാവരും നേതൃത്വം നൽകിയിട്ടുണ്ട്. സെമിനാരി അധ്യാപകരെല്ലാം ഒന്നിച്ചു നിന്ന് വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ അതിനകത്ത് പങ്കെടുത്തു. അവിടെ ഭൗതിക ശരീരം കൊണ്ടുവരികയും ബാബാ തിരുമേനിയുടെ നേതൃത്വത്തിൽ തിരുമേനിമാരുടെ എല്ലാവരുടെയും സാദൃശ്യത്തിൽ സഹകാർമ്മികത്വത്തിൽ ആ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ കുറേ അധികം ആളുകൾ, അതായത് മറ്റ് സഭകളിലെ മെത്രാച്ചന്മാര്, ഇതര സമുദായ നേതാക്കന്മാര്, അങ്ങനെ തുടങ്ങിയ കുറേ അധികം ആളുകൾ അവിടെ വന്ന് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചിട്ടാണ് പോയത്. അതിന് തക്കവണ്ണം നല്ല സമയമെടുത്തു. അനേകായിരങ്ങൾ വന്ന് ആ ഭൗതിക ശരീരത്തെ, അത് നമ്മൾ
അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ സഭയുമായിട്ടൊന്നും വലിയ ബന്ധമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാത്തതായ ആളുകൾ, സമൂഹത്തിലെ പ്രശസ്തരായ ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകളെല്ലാം വന്ന് ഈ ഭൗതിക ശരീരത്തില് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് അവിടെ തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷ പൂർത്തീകരിച്ചത്. അച്ഛാ, പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ അനേക ക്വാളിറ്റീസിൽ ഒരു 3 ക്വാളിറ്റീസ് അച്ഛനൊന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ, ഈ വരുന്ന തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കും പഠിക്കുവാനായിട്ടുള്ളത്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ച് നടത്തുന്ന ആഴമേറിയ പഠനമാണ്. അത് പ്രത്യേകിച്ച് വൈദിക വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. വേദപുസ്തകം വായിക്കുന്ന ആളുകൾ ഞായറാഴ്ചത്തെ പ്രസംഗത്തിന് പോകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രസംഗങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ഗ്രിഗോറിയസ് തിരുമേനി വേദപുസ്തകം ആഴമായി പഠിക്കുന്നത് പോലെ ഭംഗിയായിട്ട് പഠിക്കുന്ന വേറെ ആരുമില്ല. എല്ലാ ഭാഷകളിലും അതിൻ്റെ വിവിധ പരിഭാഷകൾ നടത്തി ഓരോരുത്തരും എഴുതിയിട്ടുള്ള കമന്ററികൾ നോക്കി അങ്ങനെ ഭംഗിയായിട്ട് ഓരോ വിഷയത്തെ സംബന്ധിച്ചും ആഴമേറിയ പഠനം നടത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് വളരെ സിൻസിയറായിട്ട് നടന്ന പഠനമാണ്. അതിൻ്റെ പിന്നിൽ ഒരു കഠിനാധ്വാനം ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടുതൽ സമയം അധ്വാനിക്കുന്ന ആളായിരുന്നു. കൂടുതൽ സമയം അധ്വാനിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ 1-2 മണിക്കൂർ മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് ബാക്കിയുള്ള സമയത്ത് 4-5-6 മണിക്കൂർ ഉറങ്ങും. ബാക്കിയുള്ള സമയം മുഴുവനും പഠനവും എഴുത്തും തന്നെയായിരുന്നു. ഒരിക്കല് കെ മാത്യു ഈ തിരുമേനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്തോ എഴുതുന്ന എന്തോ വായിക്കുന്നതെന്ന് അറിയത്തില്ല, അനങ്ങാനൊക്കത്തില്ല, ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഇങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്? അന്നൊന്നും ഈ കമ്പ്യൂട്ടറൊന്നും അധികം പ്രചാരത്തിലൊന്നും വന്നിട്ടില്ല, 1-2 ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. അപ്പോ കെ മാത്യു പറഞ്ഞിട്ടുണ്ട്, മനോരമയുടെ ലൈബ്രറി ചെന്നിരുന്നുകൊണ്ട് അദ്ദേഹം കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വർക്ക് ചെയ്യുമായിരുന്നു. ആഴത്തിൽ പഠിക്കുക, ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും, ഏത് കാര്യത്തിലാണ്, ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്, അത് നിരന്തരമായ പരിശ്രമത്തിലൂടെ അതിൽ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണം. അതിൽ നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കണം, പഠിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയായിരുന്നു തിരുമേനിയുടെ. അതുകൊണ്ടാണ് തിരുമേനിയുടെ വിജയത്തിന്റെ വലിയൊരു രഹസ്യം ആഴമേറിയ പഠനമുണ്ടായിരുന്നു, അതിനുള്ള ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, നിരന്തരമായ അധ്വാനം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു നല്ല ക്വാളിറ്റി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ അദ്ദേഹത്തിന്റെ കുർബാനയൊന്നും വലിയ ആകർഷകമൊന്നും അല്ല, നമുക്കൊക്കെ അറിയാം. അദ്ദേഹം പാട്ട് പാടുന്നതും ബാക്കിയുള്ള കാര്യം. പക്ഷേ അതിൽ അദ്ദേഹം 100% ഇൻവോൾവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ആ ഭക്തിയിൽ, അദ്ദേഹം ദൈവത്തോടുള്ള ബന്ധത്തിൽ 100% സിൻസിയറായിട്ട് പെരുമാറിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി പത്തനംതിട്ടയിലെ മെത്രാപ്പൊലീത്ത, അദ്ദേഹമാണ് എന്നെയൊക്കെ സെമിനാരിലേക്ക് വിട്ടത്. ഒരു സെമിനാരി വന്ന ആദ്യത്തെ വർഷത്തെ പഠനത്തിന് ശേഷം ആ സമയത്ത് 1-ാം വർഷം ഓണത്തിന്റെ അവധിക്ക് പത്തനംതിട്ട അരമനയിൽ തിരുമേനിയെ കാണാനായിട്ട് ഞങ്ങൾ തുമ്പോൺ ഭദ്രാസനത്തിലെ സ്റ്റുഡൻസ് എല്ലാം കൂടെ പോയി. അതപ്പോ 77-ലാണ്. ഗ്രിഗോറിയസ് തിരുമേനി 75-ലാണ് മെത്രാപ്പൊലീത്ത. അപ്പോ അവിടെ ചെന്ന അവസരത്തിൽ പീലക്സിനോസ് തിരുമേനി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രിൻസിപ്പാള് ഗ്രിഗോറിയസ് തിരുമേനി പറയുന്നത് നിങ്ങൾ കേൾക്കണം, അദ്ദേഹം പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, അദ്ദേഹം ഒരു പരിശുദ്ധനാണ്. ഇത് ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി അന്ന് പറഞ്ഞ വാക്കാണ്. ഞാനാണ് അദ്ദേഹത്തിന് റംബാൻ സ്ഥാനം കൊടുത്തത്. എത്രമാത്രം ഭക്തിയോടെയാണ് അദ്ദേഹം ആ സ്ഥാനം ഏറ്റതെന്ന് എനിക്കറിയാം. നിങ്ങൾ അദ്ദേഹം പറയുന്ന അനുസരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി പറഞ്ഞു. ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്, നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ഡെഡിക്കേഷൻ, ഈ സഭയോടുള്ളതായ സ്നേഹത്തിൽ ഉള്ളതായ അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മറ്റുള്ളവരോടുള്ള സ്നേഹം, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, ആ വാത്സല്യം, അതൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരോടുള്ള. പിന്നെ ഞങ്ങളെയൊക്കെ പഠിക്കാനായിട്ട് വിട്ടതും പഠിപ്പിച്ചതും തിരുമേനിയാണ്. എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് കെ എം ജോർജ് അച്ഛന്, ജോഷുവ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ജോഷുവ അച്ഛനെ യെരൂശലേമിലേക്ക് വിടാനായിട്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കാനായിട്ട് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ഗ്രിഗോറിയസ് തിരുമേനിയാണ്. അങ്ങനെ അനേകർക്ക് ആ സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും. ഒരു കാര്യം, ഒരു തലമുറ, അത് നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തലമുറ കഴിഞ്ഞാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന അല്ല, അതിനുശേഷവും ഈ വിശ്വാസവും
ഈ പാരമ്പര്യങ്ങളും ഒക്കെ നിലനിൽക്കത്തക്കവണ്ണം പ്രവർത്തിക്കാനായിട്ടും അതിന് യോഗ്യരായ ആളുകളെ കണ്ടുപിടിക്കാനായിട്ടും സാധിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു ഗ്രിഗോറി തിരുമേനി. മറ്റുള്ളവരോടുള്ള സ്നേഹം ആരും ഗ്രിഗോറി തിരുമേനിക്കാട്ടി മേളിലാവത്തില്ലെന്ന് തിരുമേനിക്ക് അറിയാം. അതുകൊണ്ട് ആരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. എല്ലാവരോടും ആ സ്നേഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മനുഷ്യ സ്നേഹം ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കാണാം. കോസ്മിക് മാൻ എന്നുള്ള പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയില്ലേ? എന്നിട്ട് അദ്ദേഹത്തിന്റെ ജോയ് ഓഫ് ഫ്രീഡം ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുന്ന അവസരത്തിലെല്ലാം മനുഷ്യനോടുള്ളതായ സ്നേഹം അദ്ദേഹം വെച്ചു പുലർത്തുമായി. ഗ്രിഗറി ഓഫ് നിസായുടെ ലേഖനങ്ങളൊക്കെ എഴുതുന്ന അവസരത്തിൽ, പുസ്തകം എഴുതുന്നതിനെയൊക്കെ അദ്ദേഹം വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതും ഏറ്റവും എളിയവനെ ഏറ്റവും വലിയവനായിട്ട് കണക്കാക്കണമെന്ന് പറയുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഈ നമ്മുടെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് നടത്തുന്നതായ ഇന്റർവ്യൂകൾ 2-3 ഞാൻ കേട്ടിട്ടുണ്ട്, അറിയാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ നല്ലൊരു എഫേർട്ടാണ് എടുക്കുന്നത്. അതില് എല്ലാവിധമായ വിജയങ്ങളും ആശംസിക്കുന്നു. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ചിന്തകള്, പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ജീവിത വൈശിഷ്ട്യങ്ങൾ, അദ്ദേഹം ഈ സഭയിൽ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തെ കുറിച്ച് തന്നെ മനസ്സിലാക്കുവാനായിട്ട് ഈ ഇന്റർവ്യൂവും ഇതുപോലുള്ളതായ പ്രവർത്തനങ്ങൾ ഉപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സന്തോഷം. താങ്ക് യു അച്ഛാ.